ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 38-ാം വാക്യത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങി വരുന്നതെന്ത്? കലങ്ങി ഹൃദയം സംശയത്താൽ പൊങ്ങി എന്ത് സംഭവിക്കും? എന്തായിത്തീരും? ഗുരുനാഥൻ എവിടെ? പലപ്പോഴും യേശു കൂടെ ഇരുന്നപ്പോൾ യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ മരണത്തിന് ശേഷം ശിഷ്യന്മാർ പുനരുത്ഥാനത്തിൻ്റെ കാര്യം മറന്നുപോയതുപോലെ ഇരിക്കുന്നു. യേശു അടുത്തു വരുമ്പോൾ അവർക്ക് സംശയം, ഇത് യേശുവാണോ? യേശു തൻ്റെ സാന്നിധ്യം അവരെ മനസ്സിലാക്കി. അവരോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഞാൻ പോകുന്നത് നന്ന്. നിങ്ങളും എൻ്റെ കൂടെ ഇരിക്കേണ്ടതിന്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും. ഞാൻ അവിടെ സ്ഥലമൊരുക്കുവാൻ പോകുകയാണ് എന്നുള്ള സദ്വർത്തമാനം, സന്തോഷവർത്തമാനം, പ്രത്യാശയുടെ ഒരു വാക്ക് യേശു ശിഷ്യന്മാർക്ക് കൈമാറിയിട്ടാണ് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുക. കലങ്ങി നിൽക്കുന്ന അനുഭവം, എന്താണ് ഭാവി എന്നൊരു സംശയം തോന്നുന്ന ജീവിതാനുഭവം, അതിന്മേൽ യേശു അടുത്തു വന്ന് കലങ്ങേണ്ട, ഭ്രമിക്കേണ്ട, ഞാനാകുന്നു, ഞാൻ തന്നെ ആകുന്നു എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം. ഇത് ആത്മീയ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും ക്രിസ്തുവിനോടുള്ള നമ്മുടെ ആഗമനവും നമ്മുടെ കർത്താവിനോട് ചേർന്നുള്ള ജീവിതവും പ്രതിപാദിക്കുമ്പോൾ തന്നെ ഇന്ന് കലങ്ങിയിരിക്കുന്ന ഹൃദയത്തോട്, സംശയിച്ചു നിൽക്കുന്ന ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കലങ്ങേണ്ട, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു എന്ന് യേശു എന്ന് പറഞ്ഞ വാക്ക് നീ ഓർക്കുക. ദൈവീയ സമാധാനത്താൽ കലങ്ങിയിരിക്കുന്നവർ ഇപ്പോൾ സമാധാനം പ്രാപിക്കും. സംശയത്താൽ എന്ത് ഭവിക്കും, എൻ്റെ ഭാവി, മുന്നോട്ട് ഞാൻ എന്തായിത്തീരുമെന്നുള്ളൊരു സംശയ ഹൃദയം ഇപ്പോഴുണ്ടാകുന്നുവോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സംശയിക്കേണ്ട, യേശു കർത്താവ് നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങൾ മാറും, ഭൂമി നീങ്ങിപ്പോവും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനോ ഒരു മാറ്റവും സംഭവിക്കുകയില്ല. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവമാണ്. ഒരമ്മയെ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നു. ആ യേശു കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം, ഞാൻ വേഗം വരും, എൻ്റെ അടുക്കൽ നിങ്ങളെ ചേർക്കുവാൻ ഞാൻ പിന്നെയും വരും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കും. ആകയാൽ ഈ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് കലങ്ങുന്ന ഹൃദയം മാറി, സംശയമുള്ള ഹൃദയവിചാരങ്ങൾ മാറി യേശുവിനോട് കൂടെ വസിക്കാൻ ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.